ഈ കഥ ഒരു ചിത്രത്തിനെക്കുറിച്ചുള്ള കഥയാണ്. ഈ ചിത്രം 18-ാം നൂറ്റാണ്ടിൽ ആഭിചാരങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചതാണെന്ന് കഥകൾ പറയുന്നു. ആഭിചാരം ചെയ്തവരുടെ രക്തം കൊണ്ട് പൂർത്തീകരിച്ച ഈ ചിത്രത്തിന്റെ കഥ കേൾക്കാം. നിങ്ങളൊരു ആൻറ്റിക് പീസ് കളക്ഷൻ ചെയ്യുന്ന ഒരാളാണോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോളൂ. എവിടെ നിന്നെങ്കിലും ഇത്തരത്തിലുള്ള വസ്തുക്കൾ കണ്ട് നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ പിന്നീട് അതിനകത്ത് ഒളിച്ചിരുന്ന ദുഷ്ടശക്തി നിങ്ങളെ ഉപദ്രവിച്ചു എന്ന് മറ്റുള്ളവരോട് പരാതി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കാരണം ഇത്തരത്തിലുള്ള പാഴ് വസ്തുക്കളിൽ, അതായത് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള വസ്തുക്കളിൽ എന്താണ് കുടിയിരിക്കുന്നതെന്ന് നമുക്കൊന്നും ഇപ്പോഴും വ്യക്തമല്ല. നമ്മുടെ കാഴ്ചയ്ക്ക് ഭംഗിയായിട്ട് അത് തോന്നിയേക്കാം. അതുകൊണ്ട് തന്നെയാവാം നമ്മളത് വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരുന്നതും. ഞാനിവിടെ പറയാൻ പോകുന്ന കഥയും അതുപോലെയുള്ള ഒരു കഥയാണ്. ബാംഗ്ലൂരുവിൽ താമസിക്കുന്ന സിദ്ധാർത്ഥിൻ്റെ വലിയ രീതിയിലുള്ള ഒരു സമ്പന്ന കുടുംബമാണ്. ഈ സമ്പന്ന കുടുംബത്തിൽ അവർക്കുണ്ടായ ഒരു വലിയ അനുഭവമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, ഇതുപോലെയുള്ള എന്തെങ്കിലും ആൻറ്റിക് സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് വാങ്ങാനുള്ള ആകാംക്ഷയുണ്ടാകാം. ഈ ആൻറ്റിക് സാധനങ്ങൾക്ക് നല്ല വില കൊടുക്കേണ്ടി വരുമെന്ന കാര്യവും നമുക്ക് വ്യക്തമാണ്. എന്നാൽ സിദ്ധാർത്ഥിൻ്റെ ഈ സമ്പന്ന കുടുംബത്തിൽ സിദ്ധാർത്ഥിൻ്റെ മുത്തശ്ശനായിരുന്നു ഇതൊക്കെ വാങ്ങിയിരുന്നത്. സിദ്ധാർത്ഥിൻ്റെ മുത്തശ്ശൻ ആ നാട്ടിലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ബിസിനസ്മാൻ ആയിരുന്നു. ഒരുപാട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും അതുപോലെ IT കമ്പനികളും അതുപോലെ ഫാക്ടറികളും ഒക്കെ ആയിട്ട് ബാംഗ്ലൂരുവിൽ ഒരു വലിയ സമ്പന്ന കുടുംബമാണ് സിദ്ധാർത്ഥിൻ്റേത്. എന്നാൽ സിദ്ധാർത്ഥിൻ്റെ അമ്മയും മുത്തശ്ശിയുമൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടവരുമാണ്. പിന്നീട് ആ വലിയ ബംഗ്ലാവിനുള്ളിൽ താമസിച്ചിരുന്നത് സിദ്ധാർത്ഥും സിദ്ധാർത്ഥിൻ്റെ അച്ഛനും സിദ്ധാർത്ഥിൻ്റെ ഈ മുത്തശ്ശനുമായിരുന്നു. എന്നാൽ മുത്തശ്ശന് തമിഴ്നാട്ടിൽ ഒരു വലിയ ബംഗ്ലാവ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആ ബംഗ്ലാവിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. എപ്പോഴെങ്കിലും വെക്കേഷൻ സമയത്ത് സിദ്ധാർത്ഥ് അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ സിദ്ധാർത്ഥിന് അതൊരു മ്യൂസിയം പോലെയാണ് തോന്നാറുള്ളത് എന്നാണ് സിദ്ധാർത്ഥ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഒരിക്കൽ പെട്ടെന്ന് സിദ്ധാർത്ഥിൻ്റെ മുത്തശ്ശനെ ദേഹാസ്വാസ്ഥ്യം കൊണ്ട് ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ വെച്ച് ഡോക്ടർ പറഞ്ഞു അദ്ദേഹത്തിന് ഹൃദയസ്തംഭനം സംഭവിച്ചതാണെന്ന്. 72 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല എന്ന്. എന്നാൽ വിധിയെ മറികടന്ന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സിദ്ധാർത്ഥിൻ്റെ മുത്തശ്ശൻ അവിടെ തന്നെ മരണപ്പെടുകയും ചെയ്തു. എന്നാൽ മരണത്തിന് ശേഷം ഡോക്ടർ ചില കാര്യങ്ങൾ സിദ്ധാർത്ഥിനോടും സിദ്ധാർത്ഥിൻ്റെ അച്ഛനോടും പറഞ്ഞു. അദ്ദേഹം മരണപ്പെട്ടത് ഹൃദയസ്തംഭനം മൂലം തന്നെയാണ്. എന്നാൽ അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു തുള്ളി ചോര പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കേട്ട സിദ്ധാർത്ഥിനും സിദ്ധാർത്ഥിൻ്റെ അച്ഛനും വളരെ ആശ്ചര്യം തോന്നി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഡോക്ടറോട് ചോദിച്ചപ്പോൾ സിദ്ധാർത്ഥിൻ്റെ അച്ഛനോട് ഡോക്ടർ പറഞ്ഞു, അദ്ദേഹത്തിന് ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് എവിടെയെങ്കിലും ഇന്റേണലി ബ്ലീഡിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാവാം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ രക്തം മുഴുവൻ വാർന്ന് നഷ്ടപ്പെട്ടതുപോലെ നമുക്ക് തോന്നിയത് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ശരീരം പോസ്റ്റ്മോർട്ടം നടപടികൾ ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ എന്ന് ഡോക്ടേഴ്സൊക്കെ സിദ്ധാർത്ഥിൻ്റെ അച്ഛനോട് പറഞ്ഞു. എന്നാൽ സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ അതൊന്നും വേണ്ട, കാരണം അച്ഛൻ്റെ മരണം തന്നെ ഇത്തരത്തിലുള്ളതായിപ്പോയി. ഇനി കൂടുതൽ വേദനിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അച്ഛൻ്റെ ശരീരം തമിഴ്നാട്ടിലെ അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ബംഗ്ലാവിൽ അടക്കം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് ഡോക്ടേഴ്സിനോട് പറഞ്ഞു. അങ്ങനെ ബാംഗ്ലൂരുവിൽ നിന്നും ആംബുലൻസ് മാർഗം അദ്ദേഹത്തിൻ്റെ ശരീരം തമിഴ്നാട്ടിലെ ആ ബംഗ്ലാവിലേക്ക് എത്തിച്ചു. അവിടെ ആ മുത്തശ്ശൻ്റെ ക്രമേഷൻ നടപടികളെല്ലാം പൂർത്തിയായി. എന്നാൽ അടുത്ത അനന്തരാവകാശിയായിട്ട് സിദ്ധാർത്ഥിനെയായിരുന്നു തൻ്റെ മുത്തച്ഛൻ പരിഗണിച്ചിരുന്നത്. അതുകൊണ്ട് ചില പേപ്പർ വർക്ക്സുകൾക്ക് വേണ്ടിയിട്ട് സിദ്ധാർത്ഥിനും സിദ്ധാർത്ഥിൻ്റെ അച്ഛനും തമിഴ്നാട്ടിലെ ആ ബംഗ്ലാവിൽ തന്നെ താമസിക്കേണ്ടി വന്നു. അങ്ങനെ കുറച്ചു ദിവസം അവിടെ താമസിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് സിദ്ധാർത്ഥിന് ചില വിചിത്രമായ അനുഭവങ്ങൾ ആ ബംഗ്ലാവിനുള്ളിൽ അനുഭവിക്കാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ആരോ അവനെ പിന്തുടരുന്ന പോലെയും കർട്ടൻ്റെയും അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ചില ആൻറ്റിക് വസ്തുക്കളിൽ നിന്നുമൊക്കെ ചില വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാനും തുടങ്ങി.
ഒരിക്കൽ അവൻ ഫാസ്റ്റ് ഫുഡ് ഡെലിവറി ഓർഡർ ചെയ്തിരുന്നു. ഒരു പിസയായിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. ഡെലിവറി ബോയ് പിസ ഡെലിവറി ചെയ്തിട്ട് തിരികെ പോയി. എന്നാൽ കുളിച്ചു വന്നിട്ട് കഴിക്കാമെന്ന് കരുതി സിദ്ധാർത്ഥ് ആ പിസ തൻ്റെ മുറിയിൽ കൊണ്ടുപോയി വെച്ച് കുളിക്കാനായി പോയി. കുളിച്ച് തിരിച്ചു വന്നപ്പോൾ ആ പിസ മുഴുവൻ ആരോ ചിന്നിച്ചിതറിയ രീതിയിൽ അവിടെ ബെഡിലും തറയിലുമൊക്കെ ആയിട്ട് കിടക്കുന്നത് കണ്ടു. അതവനെ അല്പം വിചിത്രമായിട്ട് തോന്നി. കാരണം അവൻ്റെ ബെഡ്റൂമിൻ്റെ ഡോറ് ക്ലോസ് തന്നെയായിരുന്നു. അവിടെ ഒരുപാട് വേലക്കാരും ജീവനക്കാരും ഉള്ളത് കൊണ്ട് തന്നെ അവരിൽ ആരെങ്കിലും ചെയ്തതാവാനാണ് സാധ്യത എന്ന് അവൻ മനസ്സിൽ കരുതിക്കൊണ്ടിരുന്നു. എന്നാൽ അവരാരും ആ ഭാഗത്തേക്ക് വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. കാരണം അവർക്ക് ആ ബംഗ്ലാവിനെയും അവിടെ ഉണ്ടായിരുന്ന മരണപ്പെട്ട ആ സിദ്ധാർത്ഥിന്റെ മുത്തശ്ശനെയും ഒക്കെ വലിയ രീതിയിൽ ബഹുമാനം തന്നെയായിരുന്നു. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ ആരും തന്നെ ഇത്തരത്തിൽ ഒന്നും ചെയ്യില്ല എന്ന് വ്യക്തമാണ്. എന്നാൽ സിദ്ധാർത്ഥ് ഒരു 18-19 വയസ്സായ ഒരു യുവാവ് ആയതുകൊണ്ട് തന്നെ അവന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അല്പം പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ അന്നത്തെ രാത്രിയാണ് പെട്ടെന്ന് അവിടെ അടുക്കളയിൽ നിന്നും ഒരു ഗ്യാസ് ലീക്കാവുന്ന ഒരു തരം സ്മെല്ല് അവന് വരാൻ തുടങ്ങിയത്. ഗ്യാസ് എന്തോ ലീക്കായിരിക്കുന്നല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് സിദ്ധാർത്ഥ് അടുക്കളയിലേക്ക് ചെന്നു. എന്നാൽ അടുക്കളയിലേക്ക് ചെന്ന സമയത്ത് അവിടെ മൊത്തം ഇരുട്ടായിരുന്നു. കാരണം രാത്രി ആയിരുന്നു അവന് ഇങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായത്. എന്നാൽ പെട്ടെന്ന് അവിടെ അങ്ങോട്ടേക്ക് എത്തിയ സമയത്ത് പുറത്തെ ചില വെളിച്ചം കാരണം അവന് അടുക്കളയിൽ ആരോ ഒരാൾ നിൽക്കുന്നത് പോലെ തോന്നി. പെട്ടെന്ന് അവന് നിൽക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ അച്ഛനാണെന്ന് അവന് സംശയം തോന്നി. അവൻ ഉറക്കെ അച്ഛ എന്ന് വിളിച്ചു. പക്ഷേ അവൻ്റെ വിളിക്ക് ആരും ഒരു മറുപടിയും നൽകിയില്ല. ഉടനെ തന്നെ അവൻ ലൈറ്റിട്ട് നോക്കി. അവിടെ ലൈറ്റിട്ട് നോക്കിയപ്പോൾ അവൻ കണ്ടത് വളരെ വിചിത്രമായ ഒരു കാഴ്ചയായിരുന്നു. ഒരു കറുത്ത രൂപം അവിടെ നിൽക്കുന്നു, ഒരു പൈശാചിക രൂപം. അതിനെ കണ്ടാൽ ഭയം തോന്നും. സിദ്ധാർത്ഥ് ഉറക്കെ നിലവിളിക്കാൻ ഒരുങ്ങുമ്പോൾ അവന് ശബ്ദം പുറത്തു വരുന്നുണ്ടായിരുന്നില്ല. ആ രൂപം അവന് നേരെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും അവന് ഒരടി പോലും മുന്നോട്ടോ പിന്നോട്ടോ വയ്ക്കാൻ അവന് സാധിച്ചിരുന്നില്ല. ആ പൈശാചിക രൂപം അവൻ്റെ ശരീരത്തിലൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കയറി ഇറങ്ങി അത് ഉള്ളിലോട്ട് പോയി. എന്നാൽ അത് ഒരുപാട് ദൂരം പോയതിനു ശേഷമാണ് സിദ്ധാർത്ഥിന് അടുക്കളയിൽ നിന്നും തൻ്റെ കാലൊന്ന് ചലിപ്പിക്കാൻ കഴിഞ്ഞത്. അത് കണ്ട ഉടനെ തന്നെ അവന് വല്ലാത്ത തരം വിചിത്രമായ പേടി അനുഭവപ്പെട്ടു. അതിനുശേഷം അവൻ തൻ്റെ അച്ഛനോട് ചെന്നിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ആ സമയത്ത് അച്ഛൻ പറഞ്ഞു, അത് നമ്മുടെ മുത്തശ്ശൻ്റെ ആത്മാവായിരിക്കും, നിന്നെ ഇഷ്ടമുള്ളത് കൊണ്ട് നിന്നെ അരികിലേക്ക് വന്നതായിരിക്കാമെന്ന് സിദ്ധാർത്ഥിനോട് പറഞ്ഞു. എങ്കിലും നമുക്ക് ഒരു പൂജാരിയെ കൊണ്ടുവന്ന് ഇവിടെ പൂജാകർമ്മങ്ങൾ ചെയ്ത് ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്ന് നമുക്ക് മാറ്റം വരുത്താമെന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു പൂജാരിയെ വിളിക്കാനായി ആ ബംഗ്ലാവിൽ നിന്നും ഒരു വേലക്കാരൻ അങ്ങോട്ടേക്ക് പോയി. എന്നിട്ട് അവിടെ ആ പൂജാരിയെ കൊണ്ടുവന്ന് ചില പൂജാകർമ്മങ്ങളൊക്കെ കഴിച്ചു. എന്നാൽ അതൊരു നോർമൽ പൂജാകർമ്മങ്ങളായിരുന്നു. എന്നാൽ അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊന്നും മാറിയിരുന്നില്ല. അടുത്ത ദിവസവും സിദ്ധാർത്ഥിന് ഇതുപോലെ തന്നെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഒരു രൂപം അവനെ നോക്കുന്നതും അതുപോലെ ബാത്റൂമിൻ്റെ ഡോറിൽ മുട്ടുന്നതും അങ്ങനെ അവൻ്റെ ബെഡ്റൂമിൻ്റെ ഡോറിൽ മുട്ടുന്നതും സീലിങ്ങിൽ നിന്നും വല്ലാത്ത തരം വിചിത്രമായ അലർച്ചയും അതുപോലെ ശ്വാസം നീട്ടിവലിക്കുന്ന ശബ്ദവും അങ്ങനെയുള്ള ഒരുപാട് വിചിത്രമായ കാര്യങ്ങൾ അവന് അനുഭവിക്കാൻ തുടങ്ങി. അന്ന് രാത്രി അവൻ ഉറങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് അവൻ അരികിലേക്ക് എന്തോ ഒരു രൂപം പാഞ്ഞു വരുന്നത് അവൻ കണ്ടത്. ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്ന സിദ്ധാർത്ഥ് ആദ്യം കരുതിയത് അത് സ്വപ്നമാണെന്നാണ്. എന്നാൽ അത് തികച്ചും സ്വപ്നമായിരുന്നില്ല. ആ രൂപം അവന് നേരെ മുന്നിൽ തന്നെ നിൽക്കുന്നു. എന്നാൽ ആ രൂപം അവനെ ഉപദ്രവിക്കുന്നൊന്നുണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് ആ രൂപം അവൻ്റെ കാലിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങിയത്. എന്നാൽ ആ കാലിൽ പിടിച്ച് വലിക്കുന്ന സമയത്ത് അവന് അസഹ്യമായ ഒരു വേദന അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ പെട്ടെന്ന് അവൻ്റെ കാല് അവൻ കുതറി അവിടെ നിന്നും എഴുന്നേറ്റു. എന്നാൽ ആ രൂപം പെട്ടെന്ന് തന്നെ ആ ഹാളിലേക്ക് പോയി. അതിൻ്റെ പുറകെ പോയ സിദ്ധാർത്ഥ് കണ്ടത് ആ ഒരു രൂപം അവിടെ വച്ചിരുന്ന ഒരു വലിയ പെയിൻറ്റിങ്ങിലേക്ക് കയറി പോകുന്നതാണ്. ഇതുകൂടി കണ്ടതോടെ സിദ്ധാർത്ഥിന് മരവിച്ചു പോയി. എന്നാൽ അടുത്ത ദിവസം കാത്തു നിൽക്കാൻ സിദ്ധാർത്ഥിന് സാധിച്ചില്ല. ഉടനെ തന്നെ തൻ്റെ അച്ഛനെ വിളിച്ച് അവൻ വീണ്ടും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സിദ്ധാർത്ഥ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കള്ളം പറയാത്ത എന്ന് തൻ്റെ അച്ഛന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് അച്ഛൻ ഉടനെ തന്നെ ഈ ഡീമോളജിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ദുഷ്ടശക്തികളെക്കുറിച്ച്
റിസർച്ചൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള ആളുകളെ ബന്ധപ്പെട്ടു. അങ്ങനെ ഡീമോളജിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ അങ്ങോട്ടേക്ക് എത്തി. അവിടെ എത്തിയതിനു ശേഷം അദ്ദേഹം സിദ്ധാർത്ഥിനോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു. സിദ്ധാർത്ഥ് അവൻ നടന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് വളരെ വ്യക്തമാക്കി വിവരിച്ചു നൽകി. ആ സമയത്താണ് പെട്ടെന്ന് അദ്ദേഹം സിദ്ധാർത്ഥിനോട് ചോദിച്ചത്, എനിക്ക് ആ പെയിന്റിംഗ് ഒന്ന് കാണാൻ സാധിക്കുമോ എന്ന്. അങ്ങനെ സിദ്ധാർത്ഥ് അദ്ദേഹത്തിന് ആ പെയിന്റിംഗ് കാണിച്ചു കൊടുത്തു. എന്നാൽ ആ സമയത്ത് ആ ഡീമോളജിസ്റ്റ് ആയിട്ടുള്ള വ്യക്തി പറഞ്ഞു, എനിക്ക് ഈ പെയിന്റിംഗ് ഒന്ന് ഈ ചുമരിൽ നിന്ന് എടുത്തു തരാൻ ആരോടെങ്കിലും പറയണം, എനിക്കിതിനെക്കുറിച്ച് ഒന്ന് പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന വേലക്കാരിൽ 2 പേരോട് സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ ചുമരിലെ ആ ചിത്രം പുറത്തേക്കെടുക്കാൻ പറഞ്ഞു. അവർ 2 പേരും ആ പടുകൂറ്റൻ ചിത്രം പുറത്തേക്കെടുത്ത് തറയിൽ വെച്ചു. ഉടനെ തന്നെ ആ ദുഷ്ടശക്തികളെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന അദ്ദേഹം തൻ്റെ കയ്യിലെ ലെൻസും അതുപോലെയുള്ള ചില വസ്തുക്കളൊക്കെ എടുത്തിട്ട് ആ ചിത്രം മുഴുവനായിട്ട് പരിശോധിച്ചു. ആ ചിത്രം അദ്ദേഹം മുഴുവനായിട്ട് പരിശോധിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്തെ ഭാവങ്ങളൊക്കെ വളരെയധികം അസ്വസ്ഥമാക്കുന്ന ഭാവങ്ങൾ പോലെ മിന്നി മറഞ്ഞുകൊണ്ടിരുന്നു. പരിശോധനക്കൊടുവിൽ അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു സോഫയിൽ ഇരുന്നു കൊണ്ട് സിദ്ധാർത്ഥിനോടും സിദ്ധാർത്ഥിൻ്റെ അച്ഛനോടും അവിടെ ഇരിക്കാനായി പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ട് സിദ്ധാർത്ഥിൻ്റെ അച്ഛനും സിദ്ധാർത്ഥും നടുങ്ങിപ്പോയിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു ഹെലിഫയർ ക്ലബ്ബ് സംഘടിപ്പിച്ച ഒരു ആഭിചാര സംഘടനയുണ്ടായിരുന്നു. ആ സംഘടനയുടെ ഭാഗമായിട്ട് അവരൊരു വലിയ പെയിന്റിംഗ് അന്ന് നടത്താൻ തീരുമാനിച്ചിരുന്നു. ആ പെയിന്റിംഗ് അവിടെ ആഭിചാരം ചെയ്തിരുന്ന അവരുടെ സ്വന്തം രക്തം കൊണ്ടായിരുന്നു ആ പെയിന്റിംഗ് കംപ്ലീറ്റ് ആക്കിയിരുന്നത് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ആഭിചാരം ചെയ്ത ആളുകൾ പിന്നീട് അവരുടെ മരണശേഷവും അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ചില ആഭിചാര കർമ്മങ്ങളിലൂടെ അവർ അന്ന് അവരുടെ സ്വന്തം രക്തം കൊണ്ട് നിർമ്മിച്ചതാണ് ആ പെയിന്റിംഗ്. നിങ്ങളുടെ മുത്തശ്ശൻ അന്ന് ഈ പെയിന്റിംഗ് സ്വന്തമാക്കിയതിനു ശേഷം ഈ ആത്മാക്കൾ അദ്ദേഹത്തിൻ്റെ രക്തം കുടിച്ചായിരുന്നു അവർ ഈ പെയിന്റിങ്ങിനകത്ത് ജീവിച്ചിരുന്നത്. അതുകൊണ്ടാവാം നിങ്ങളുടെ അച്ഛൻ്റെ ശരീരത്തിൽ ഒരു തുള്ളി രക്തം പോലും ഇല്ലാതെ അദ്ദേഹം മരിച്ചു പോയത്. ഈ പെയിന്റിംഗ് ആര് സ്വന്തമാക്കുന്നോ അദ്ദേഹത്തിൻ്റെ രക്തം കുടിച്ചിട്ടാവും പിന്നീട് അവർ ആ ആത്മാക്കൾ ജീവിക്കാൻ പോകുന്നത് എന്ന്. ആ സമയത്ത് അദ്ദേഹം സിദ്ധാർത്ഥിൻ്റെ അച്ഛനോട് ചോദിച്ചു, ഇപ്പോൾ ഈ സ്വത്തുക്കളുടെയൊക്കെ അവകാശി ആരാണെന്ന്. ആ സമയത്ത് സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ പറഞ്ഞു, സിദ്ധാർത്ഥാണ് ഇപ്പോൾ ഈ സ്വത്തുക്കളുടെയൊക്കെ അവകാശി. സിദ്ധാർത്ഥിൻ്റെ പേരിലേക്കാണ് ഇതെല്ലാം മാറ്റി എഴുതിയിരിക്കുന്നത് എന്ന്. അത് കേട്ട ഉടനെ തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ സിദ്ധാർത്ഥിനോട് ചോദിച്ചു, മോൻ്റെ കാലിലോ കയ്യിലോ ശരീരത്തിലോ എവിടെയെങ്കിലും വല്ല മുറിപ്പാടുകൾ ഉണ്ടോ എന്ന്. ആ സമയത്ത് സിദ്ധാർത്ഥ് പറഞ്ഞു, എൻ്റെ കാലിൽ ചെറിയൊരു മുറിവുണ്ട്. കാണിക്കാനായി നിർദ്ദേശിച്ച ആ ഡീമോളജിസ്റ്റ് കണ്ടത് ഒരു വലിയ ദൂരമുള്ള ഒരു മുറിവ് സിദ്ധാർത്ഥിൻ്റെ കാലിനടിയിൽ സംഭവിച്ചിരിക്കുന്നു. ആ സമയത്ത് സിദ്ധാർത്ഥിൻ്റെ അച്ഛനോട് പറഞ്ഞു, ഇപ്പോൾ അവകാശി സിദ്ധാർത്ഥ ആയതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിൻ്റെ ശരീരത്തിൽ നിന്നും ആ ആത്മാവ് രക്തം കുടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. 301 അമാവാസികളിൽ ആ പിശാച് ഈ രക്തം കുടിക്കും. പിന്നീട് രക്തമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ അത് അവരെ മരണത്തിലേക്ക് നയിപ്പിക്കും. ഇവിടെ സിദ്ധാർത്ഥിൻ്റെ രക്തം കുടിച്ച് ആ ആത്മാവ് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഇതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചവരോട് അദ്ദേഹം പറഞ്ഞ മറുപടി മറ്റൊന്നായിരുന്നു. ഈ ചിത്രം ആർക്കെങ്കിലും വിറ്റ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ചിത്രം ആരെങ്കിലും സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്നും ഈ ശക്തി മറഞ്ഞു പോകുമെന്ന് പറഞ്ഞു. എന്നാൽ മറ്റൊരാളെ കൂടി ചതിയിൽ ഉൾപ്പെടുത്താനായിട്ട് സിദ്ധാർത്ഥിനും സിദ്ധാർത്ഥിൻ്റെ അച്ഛനും തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ചില ആഭിചാരങ്ങൾ ചെയ്യുന്ന ചില മന്ത്രവാദികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അതിനുവേണ്ടി വലിയ ഭീമമായ തുക അദ്ദേഹം ചിലവഴിക്കുകയും ചെയ്തു. അങ്ങനെ ആഫ്രിക്കയിൽ നിന്നെത്തിയ ഈ അഘോരികളെ പോലെ തോന്നിപ്പിക്കുന്ന ഈ സന്യാസിമാർ ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദീകരിച്ചിട്ടാണ് അവരോട് പറഞ്ഞത്. അവരും പറഞ്ഞത് ഇങ്ങനെ തന്നെയായിരുന്നു. രക്തം കൊണ്ട് എഴുതപ്പെട്ടതും രക്തം കൊണ്ട് രചിക്കപ്പെട്ടതുമായ ഈ ചിത്രം വളരെ അപകടകാരിയാണ്. എന്നാൽ ഈ പെയിന്റിങ്ങിലെ ഈ ദുഷ്ടാത്മാക്കളെ എങ്ങനെയെങ്കിലും വകവരുത്താൻ മറ്റൊരു മാർഗവും നമ്മുടെ മുന്നിലില്ല. എങ്കിലും മുന്നിൽ കാണുന്ന ഒരേ ഒരു വഴി ഇതാണ്. 90 അടി താഴ്ചയുള്ള ഒരു കുഴിയിൽ വെള്ള തുണി കൊണ്ട് ഈ ചിത്രം മൂടിയതിനു ശേഷം 101 അമാവാസി ദിവസം വരെ ആ കുഴിയിൽ നിന്നും ഈ ചിത്രം പുറത്തു വരാതെ സംരക്ഷിക്കുക. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇതിൻ്റെ ആപത്തൊക്കെ സിദ്ധാർത്ഥിൽ നിന്നും ഒഴിഞ്ഞു പോകും എന്നായിരുന്നു അഘോരികളായിട്ടുള്ള ആ സന്യാസിമാർ പറഞ്ഞത്.
അതിനുവേണ്ടി അവിടെ ഉണ്ടായിരുന്ന വലിയ ആ ഒരു ചിത്രം എടുത്തിട്ട് അവിടെ ഒരു വലിയ വെള്ള നിറത്തിലുള്ള തുണിയിൽ പൊതിഞ്ഞ് 90 അടി താഴ്ചയിൽ കുഴിയെടുത്തിട്ട് ആ കുഴിയിൽ ഈ ചിത്രം എന്നേക്കുമായി മൂടി. എന്നാൽ വർഷങ്ങൾ കടന്നുപോയി. ഓരോ ദിവസവും ആ കുഴിയുടെ ഭാഗത്തേക്ക് ചെല്ലുന്നവർക്ക് അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരാകട്ടെ, സിദ്ധാർത്ഥിൻ്റെ അച്ഛനാവട്ടെ, ആര് ആ ഭാഗത്തേക്ക് പോകുന്ന സമയത്തും ആ കുഴിയിൽ നിന്നും വലിയ രീതിയിലുള്ള അലർച്ചയും, അതുപോലെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ആ ഭൂമി നിൽക്കുന്ന ഭാഗത്തേക്ക് ഒരു ചെറിയ രീതിയിലുള്ള വൈബ്രേഷനും അവർക്ക് തോന്നാറുണ്ട്. ഇന്നും ആ കുഴിക്കരികിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും ഒരു വല്ലാത്ത തരത്തിലുള്ള ഒരു വിചിത്രമായ കരച്ചിൽ കേൾക്കാമെന്ന് പറയുന്നു. ഇന്ന് അതിനെ അടക്കം ചെയ്തിട്ട് 13 വർഷമായിരിക്കുന്നു. ഇനിയും വർഷങ്ങൾ ബാക്കിയുണ്ട്. ഇപ്പോഴും സിദ്ധാർത്ഥിന് ഒരു പേടി മാത്രമേ ഉള്ളൂ, എന്നെങ്കിലും ആ ദുഷ്ടാത്മാവ് ആ കുഴിക്കുള്ളിൽ നിന്നും പുറത്ത് വരുമോ എന്ന്. ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എൻ്റെ കൂടെ കൂടാവുന്നതാണ്.